രാവിലെ തന്നെ തെയ്യം വിശേഷങ്ങളാണ് വരുന്നത്. തെയ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള വടക്കേ മലബാറിൽ നിന്നും തെയ്യത്തിന്റെ വാർത്തകൾ എത്തുകയാണ്. പ്രശസ്തമായ പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രഭൂമിയിൽ നിറഞ്ഞാടി കുട്ടിച്ചാത്തന്മാർ. ഒരേ സമയം 40 കുട്ടിച്ചാത്തന്മാർ കെട്ടിയാടിയ അപൂർവ കാഴ്ച സമ്മാനിക്കുന്ന നിമിഷങ്ങൾക്ക് ക്ഷേത്രമുറ്റം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചു. മാഹി പള്ളൂരിൽ ഒരേ സമയം 40 കുട്ടിച്ചാത്തൻ തെയ്യങ്ങൾ ഒരേ സമയം കെട്ടിയാടിയപ്പോൾ ഇത് ദർശിക്കാനെത്തിയതാകട്ടെ വൻ ഭക്തജന പ്രവാഹമാണ്. വടക്കേ മലബാറിലെ പ്രശസ്തമായ പള്ളൂർ കൊയ്യോടൻ കോറോത്ത് ക്ഷേത്രത്തിലാണ് ഇത്രയധികം കുട്ടിച്ചാത്തന്മാർ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ തെയ്യങ്ങൾ ഒരുമിച്ച് കെട്ടിയാടിയത്. ചെണ്ടമേളത്തിന്റെ ആ താളത്തിനൊത്ത് തെയ്യങ്ങൾ കെട്ടിയാടിയപ്പോൾ ഇത് കാണാനെത്തിയ ഭക്തരുടെ മനസ്സും കണ്ണും നിറഞ്ഞു. ഇതിനു പുറമെ തന്നെ ഗുരു കാർണവർ, ഗുളികൻ, ഖണ്ഡകർണൻ, ഉച്ചിട്ട ഭഗവതി, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യങ്ങളെല്ലാം തന്നെ കെട്ടിയാടി. ഉച്ചയ്ക്ക് അവിടെ അന്നദാനവും ഉണ്ടായിരുന്നു. 2 ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിൽ ഈ തിറ ഉത്സവം നടക്കുന്നത്. മാഹി പള്ളൂരിന്റെ മണ്ണും വിണ്ണും ദേവഭൂമികയായി മാറിയ അപൂർവ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഉത്തര കേരളത്തിലെ തെയ്യക്കാവുകളിൽ ഏറ്റവും കൂടുതൽ തെയ്യങ്ങൾ ഒരുമിച്ച് കെട്ടിയാടുന്ന പള്ളൂർ കൊയ്യോടൻ കോറോത്തെ തിറ ഉത്സവം ഒരു നാടിൻ്റെ തന്നെ വികാരമാണ്. ജാതി മതഭേദമന്യേ ആയിരങ്ങളാണ് മതസൗഹാർദ്ദ വേദിയായി മാറിയ കോറോത്തെ ക്ഷേത്ര അങ്കണത്തിൽ എത്തിയത്. തീക്കൂനയിലേക്ക് അഗ്നിപ്രവേശം നടത്തിയ 2 ഉച്ചിട്ട ഭഗവതി തെയ്യങ്ങൾ കാണികളിൽ ഭക്തിയും അത്ഭുതവുമാണ് വളർത്തിയത്. കൂറ്റൻ കുരുത്തോല മുടികളുമായി തന്നെ പൊയ്ക്കാലുകളിൽ 6 ഗുളികന്മാർ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത് മായിക കാഴ്ചയായി മാറി. അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ട് 2 കാർണവന്മാരും 2 ചാമുണ്ടി ഖണ്ഡകർണൻ തെയ്യങ്ങളും കെട്ടിയാടി. അതേസമയം മാഹി പോലീസ് സൂപ്രണ്ട് വിനയകുമാർ IPS, അതേപോലെ തന്നെ CI അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ക്രൈം സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹം അവിടെ സുരക്ഷയ്ക്കായും മോഷ്ടാക്കളെ പിടികൂടുവാനും മറ്റുമായി ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഉത്തര മലബാറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അവിടുത്തെ തിറകളും ഉത്സവങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആയതിനാൽ തന്നെ ഇതൊരു ദേശവാസികളുടെയും കുടുംബങ്ങളുടെയും ഒത്തുചേരൽ കൂടിയാണ് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പ്രശസ്തമായ ധർമ്മടം ആണ്ടല്ലൂർക്കാവ് ഉത്സവത്തിന് ഈ മാസം 14-നാണ് തുടക്കമാകുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.